ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മിസ്റ്റിക് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് ഈശ്വരൻ നിങ്ങൾക്ക് എന്ത് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നമ്മൾ എടുക്കുക, നെഗറ്റീവ്സൊക്കെ നമ്മൾ വിട്ടുകളയുക. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് ഇപ്പം നമുക്ക് ഇടയ്ക്ക് വരാറുണ്ട്. സെക്കൻഡ് കാർഡ് കിങ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. തേർഡ് കാർഡ് ഹാങ്ഡ് മാൻ. ഫോർത്ത് കാർഡ് പേജ് ഓഫ് വാൻസ്. ഫിഫ്ത്ത് കാർഡ് ക്യൂൻ ഓഫ് സോർഡ്സ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് ആണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഹാങ്ഡ് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ കൂടെ അല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു ആംഗിൾ ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലാണ്. എന്തൊക്കെയോ ഉപേക്ഷിക്കാനായിട്ട് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നിരുന്നാൽ പോലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് മുറിവേൽക്കുന്ന തരത്തിലുള്ള സംസാരമൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കും. ആവേശത്തോടെ നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ടെങ്കിലും പുള്ളിക്ക് അതിന് പറ്റുന്നില്ല. അദ്ദേഹം അദ്ദേഹം തൻ്റെ ലോകമായിട്ടൊക്കെയാണ് കാണുന്നത്. ഈ ഒരു റിലേഷനിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ചിന്താഗതി അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചിരിക്കുകയാണ്. ഇമോഷണലി അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നില്ല. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന് എന്തോ വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. ആ വേദനയൊക്കെ അദ്ദേഹം ഇപ്പോൾ ചിന്തിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഇമോഷണൽ ഒക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യസന്ധനൊക്കെ ആണെങ്കിലും സത്യസന്ധനാണ്, പക്ഷേ ഇമോഷണലി നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു പിൻവാങ്ങിയിരിക്കുകയാണ്. ഇമോഷൻസ് ഒന്നും നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല. ഒരു ഓൺ ഓഫ് സിറ്റുവേഷനിൽ കൂടെയാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നില്ല. അദ്ദേഹം പുറത്തേക്ക് കാണിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ വന്നോന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് ഒരു മെസ്സേജോ ഒരു കോളോ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു മെസ്സേജോ ഹായോ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ യാത്രയുടെ ഒരു എൻഡിങ്ങിലാണ് ഇപ്പം. അത് എൻഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എൻഡായിട്ടില്ല. ഒരു പുതിയൊരു സക്സസ്ഫുള്ളായിട്ടൊരു സ്റ്റാർട്ടിങ് ഈ റിലേഷനിൽ ഉണ്ടാവും. നിങ്ങളിപ്പോൾ അദ്ദേഹം ഇപ്പോൾ എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കത്തിനും അദ്ദേഹം വരും. പക്ഷേ വേഗത്തിൽ വരുന്നുണ്ടെങ്കിൽ ചില സാഹചര്യത്തിൽ അദ്ദേഹം ഹാങ്ഡ് മാൻ്റെ സിറ്റുവേഷനിലായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ലക്ഷ്യത്തിൽ അദ്ദേഹം എത്താൻ സാധിക്കുന്നില്ല. ശക്തമായി അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഒരു ഹാങ്ഡ് മാൻ്റെ സിറ്റുവേഷൻ അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ളവരെ പരിഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് പലപ്പോഴും പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളിലും എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റായിക. അതെന്താണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് അദ്ദേഹത്തിനെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്. അതിപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്തായാലും വരും. അദ്ദേഹം അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് വരും. അപ്പം നിങ്ങളും അത് ക്ഷമിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അയാളായിരിക്കാം. അപ്പം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമോ ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ.
പിന്നെ എന്താ ഈ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എന്താണ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ കാലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കാണ്ട് അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ തീരുമാനം എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാം. ഈ റിലേഷൻ നല്ല രീതിയിലേക്ക് എൻഡാവും. എപ്പോഴും നമ്മൾ സെൽഫിഷായി ചിന്തിക്കാതെ നമ്മളുടെ ചുറ്റുമുള്ളവരെയും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ എല്ലാ യാത്രകളിലും കുറച്ചൊക്കെ പരിഗണന എല്ലാവർക്കും കൊടുക്കണം. അതവർക്ക് മനസ്സിലാകുകയും ചെയ്യണമെന്നാണ് ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ റെസനേറ്റ് ചെയ്യണവർ അതേപോലെ എടുക്കാൻ. നെഗറ്റീവ്സൊക്കെ നിങ്ങൾ അത് മനസ്സിൽ കൊണ്ട് നടക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ജനറൽ റീഡിംഗ് ആണല്ലോ, അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് യൂട്യൂബിൽ കുറേ ഹീലേഴ്സൊക്കെ ഇല്ലേ, അവരൊക്കെ പേഴ്സണൽ റീഡിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ നമ്മുടെ മാത്രമായിട്ട് നമുക്കറിയാൻ പറ്റും. വലിയ എമൗണ്ടൊന്നും വാങ്ങിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒരു 500 രൂപ താഴെ ചെയ്യുന്നവരുമുണ്ട്, അതിൽ മുകളിൽ 1000-ൻ്റെ മുകളിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അന്വേഷിച്ച് പേഴ്സണൽ റീഡിംഗ് എടുത്താൽ നിങ്ങൾക്കത് കറക്റ്റ് ഒരു ഡിവൈൻ ഗൈഡൻസ്, ഇത് ശരിക്കും ഒരു ഗൈഡൻസ് ആണല്ലോ, നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടും. എന്താണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു നല്ലൊരു ഗൈഡൻസ് പേഴ്സണൽ റീഡിങ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത റീഡിങ്ങിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.